ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിൽ ഡൗട്ട് ഉള്ള ഒരു കാര്യം, എന്താണ് ഒരു മേജർ സർവീസ്? അതായത് നമ്മൾ വാഹനം സർവീസ് സെന്ററിൽ കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, നിങ്ങളുടെ വാഹനത്തിന്റെ മേജർ സർവീസ് ആണ്. അപ്പൊ എന്താണ് ശരിക്കും ഈ മേജർ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് സാധാരണ ഒരു സർവീസ് തന്നെയാണോ, അതോ അതിൽ എന്തെങ്കിലും കൂടുതൽ വല്ലതും ഉണ്ടോ? ഇത് നമുക്ക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയാൻ സാധിക്കും. അതായത് എന്താണ് ഒരു മേജർ സർവീസ്? ഒരു എഞ്ചിൻ വർക്ക് ആണോ, അതോ ഒരു ടൈമിംഗ് ചെയിൻ റീപ്ലേസ്മെന്റ് ആണോ? ഇതിനെയൊക്കെയാണോ ഈ മേജർ സർവീസ് എന്ന് പറയുന്നത്? ഏതായാലും നമുക്കൊന്ന് നോക്കാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻജിൻ എക്സ്പ്ലോർ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഒരു ഓണാശംസകൾ ഞാൻ ഇപ്പം കൂടെ ഒന്ന് നേരുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും തുടങ്ങാം. എന്താണ് ശരിക്കും ഒരു മേജർ സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത്? മേജർ സർവീസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാഹനത്തിന്, അതായത് ഓരോ വാഹനം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പൊ ഞാൻ മാരുതിയുടെ ഒരു വാഹനത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ, ഇപ്പൊ മാരുതിയുടെ വാഹനങ്ങളുടെ മേജർ സർവീസ് എന്ന് പറയുന്നത് ഒരു 40,000 കിലോമീറ്റർ അല്ലെങ്കിൽ 4 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും, അതായത് 4 വർഷം ആകുമ്പോഴത്തേക്കാണ് മാരുതിയുടെ വാഹനങ്ങൾ മേജർ സർവീസ് വരുന്നത്. അപ്പൊ ഈ മേജർ സർവീസ് ചില ആൾക്കാർ സമയമാകുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പം കിലോമീറ്റർ ആയില്ല, ബട്ട് ടൈം ആയി. ഇങ്ങനെ ടൈം ആയി കഴിഞ്ഞിട്ട് അവർ ചെയ്യാതെ മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും നല്ലതല്ല. കാരണം നാലാമത്തെ വർഷത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നാലാമത്തെ വർഷം തന്നെ ചെയ്തിരിക്കണം. എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ വാഹനത്തിൽ എഞ്ചിൻ ഓയിലും ഓയിലിന്റെ ഫിൽറ്ററും നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇയർലി അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽട്ടർ, ഇത് മസ്റ്റ് ആയിട്ട് നമ്മൾ ഓരോ വർഷം അല്ലെങ്കിൽ 10,000 കൂടുമ്പോൾ മാറുന്നുണ്ട്. അടുത്ത വരുന്ന കാര്യമാണ് കൂളന്റ്. അതായത് നമ്മുടെ വാഹനത്തിന്റെ റേഡിയേറ്ററിൽ, ഈ റേഡിയേറ്ററിനകത്ത് ഒഴിക്കുന്ന കൂളന്റ് എന്ന് പറയുന്ന ഐറ്റം, ഈ കൂളന്റ് ശരിക്കും പറഞ്ഞാൽ 20,000 കിലോമീറ്റർ, അതായത് 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കൊല്ലം കൂടുന്തോറും മാറണം. ഏതാണ് ആദ്യം വരുന്നത്? ഇപ്പം നിലവിൽ ഇപ്പം 20,000 കിലോമീറ്റർ ആയെന്ന് വെച്ചോളൂ. 20,000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്തോണം. ഇനി 20,000 ആയില്ല, ഒരു 2 വർഷം ആയതേ ഉള്ളൂ വാഹനം എടുത്തിട്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കൂളന്റ് നിങ്ങൾ റീപ്ലേസ് ചെയ്തിരിക്കണം. അടുത്ത് വരുന്ന കാര്യമാണ് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ്. അതായത് നമ്മുടെ വാഹനത്തിന്റെ ബ്രേക്ക് അപ്ലൈ ചെയ്യാനും ചില വാഹനങ്ങളിലെ ക്ലച്ചിന്റെ ഫ്ലൂയിഡ് ആയിട്ടും എല്ലാം വർക്ക് ചെയ്യുന്ന ഈ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് ആണ്. ഇതിന്റെ കാലാവധി വരുന്നതും 2 വർഷം തന്നെയാണ്. അതായത് 2 ഇയേഴ്സ് ആണ് ഇതിന്റെ ലൈഫ് വരുന്നത്. അപ്പൊ 2 വർഷം കൂടുന്തോറും ഈ പറയുന്ന ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ റീപ്ലേസ് ചെയ്യണം. 2 വർഷം അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ, അതങ്ങനെ പോയി. ഓക്കെ, പിന്നെ ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം നാലാമത്തെ വർഷമാണ് മാറുന്നത്. അപ്പൊ നാലാമത്തെ വർഷമാണ് നമ്മുടെ വാഹനത്തിന്റെ മേജർ സർവീസ്. അതായത് മൈനർ സർവീസ് ഉദ്ദേശിക്കുന്ന 10, ഒരു മിഡ് സർവീസ് എന്ന് ഉദ്ദേശിക്കുന്ന 20, 30 പിന്നെയും ഒരു മൈനർ സർവീസ് ആണ്. 40 വരുന്നതാണ് മേജർ സർവീസ്. പെട്രോൾ വാഹനങ്ങളിൽ മേജർ സർവീസ് 40. അപ്പൊ എന്തൊക്കെയാണ് അതിൽ മാറേണ്ടത്? എഞ്ചിൻ ഓയിൽ, കൂളന്റ്, ബ്രേക്ക് ഫ്ലൂയിഡ്, ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത് ഉറപ്പായിട്ടും നാലാമത്തെ വർഷം മാറണം. പിന്നെ മാറേണ്ട കാര്യങ്ങൾ, നമ്മുടെ വാഹനത്തിന്റെ കറണ്ട് കൊടുക്കുന്ന പ്ലഗ്, അതായത് ഈ ഇഗ്നൈറ്ററിന്റെ താഴെ വരുന്ന സ്പാർക്ക് പ്ലഗ്, ഇതൊരു 3 സിലിണ്ടർ വാഹനമാണ്, ഇതിൽ 3 പ്ലഗ് നമുക്ക് മാറേണ്ട കാര്യമുണ്ട്. പിന്നെ അടുത്ത മാറേണ്ടത് എയർ ഫിൽട്ടർ. നമ്മുടെ വാഹനം ശ്വസിക്കുന്നത്, അതായത് വാഹനം ഓടാൻ വേണ്ടിയിട്ട് എഞ്ചിൻ എഞ്ചിനിലോട്ട് എയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അകത്ത് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എയർ വലിച്ച് ഈ എയർ ഫിൽട്ടർ വഴി ക്ലീൻ ചെയ്ത് ക്ലീൻ എയർ ആണ് നമ്മുടെ എഞ്ചിനിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ആ എയർ ഫിൽട്ടറും 4 വർഷം അല്ലെങ്കിൽ 40,000 കിലോമീറ്റർ വരെയാണ് കാലാവധി വരുന്നത്. ഇനി ഫ്യൂവൽ ഫിൽട്ടർ, അതായത് നമ്മുടെ വാഹനത്തിന്റെ പെട്രോൾ ഫിൽട്ടർ ടാങ്കിനകത്തിരിക്കുന്നതാണ്. ബാക്ക് സൈഡിൽ ടാങ്കിന്റെ താഴെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ചില വാഹനങ്ങളിൽ ഇത് ടാങ്കിനകത്ത് വരുന്നുണ്ട്. മാരുതിയിൽ വെച്ച് നോക്കാനാണെങ്കിൽ സെലിയറിയോ എന്ന് പറയുന്ന വാഹനത്തിന് മാത്രം അത് ടാങ്കിനകത്താണ് വരുന്നത്. ഇതിന് ഒരു 80,000 കിലോമീറ്റർ ആണ് പറയുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ടാങ്കിനകത്താണ് ഈ ഫിൽട്ടർ വരുന്നത്. അപ്പൊ ടാങ്ക് ഫുൾ അഴിച്ച് നമുക്ക് ഇറക്കേണ്ടി വരും. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഫ്യൂവൽ ഫിൽട്ടർ, ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് എഞ്ചിൻ ഓയിൽ, കൂളന്റ്, ബ്രേക്ക് ഫ്ലൂയിഡ്, ഫ്യൂവൽ ഫിൽട്ടർ, സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽട്ടർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ടും 4 ഇയേഴ്സ് അല്ലെങ്കിൽ 40,000 കിലോമീറ്റർ. അപ്പൊ 4 ഇയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാന്ന് ചോദിച്ചാൽ പിന്നെ 8 ഇയേഴ്സ്. ഓരോ 4 ഇയേഴ്സ് കൂടുന്തോറുമാണ് മേജർ സർവീസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡീസൽ വാഹനമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഡിപ്പെൻസ്, ഓരോ വാഹനം വെച്ച് ഡിപ്പെൻസ് ആണ്. പക്ഷേ മാരുതിയുടെ റിലേറ്റഡ് ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ, കൂളന്റ്, ബ്രേക്ക് ഫ്ലൂയിഡ്, ഡീസൽ ഫിൽട്ടർ, അതായത് ഫ്യൂൽ ഫിൽട്ടർ പകരം ഡീസൽ ഫിൽട്ടർ, എയർ ഫിൽട്ടർ, ഇത്രയും കാര്യങ്ങൾ 20,000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 2 ഇയേഴ്സ് കൂടുമ്പോൾ റീപ്ലേസ് ചെയ്തിരിക്കണം. അപ്പൊ ചിലരെങ്കിലും പറയുമായിരിക്കും, ഞാൻ നാലാമത്തെ വർഷം എന്റെ എയർ ഫിൽട്ടർ മാറിയില്ല അല്ലെങ്കിൽ ഫ്യൂൽ ഫിൽട്ടർ മാറിയില്ല, വാഹനത്തിന് ഒരു കുഴപ്പമില്ല, ഇപ്പോഴും നല്ല സുഖമായിട്ട് ഓടുന്നുണ്ട്. ഓടും, ഓടത്തില്ലെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഫ്യൂൽ ഫിൽട്ടർ ബ്ലോക്ക് ആയി ഏതെങ്കിലും രീതിക്ക് ഫ്യൂൽ കിട്ടാതൊക്കെ വന്നു കഴിഞ്ഞാൽ വാഹനത്തിന് മിസ്സിംഗ് ഉണ്ടാവും. ഇനി ആ ഫ്യൂൽ ഫിൽട്ടർ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിക്ക് ഇതിനകത്തുള്ള തരിയോ കാര്യങ്ങളോ ഒക്കെ നമ്മുടെ ലൈൻസ് വഴി ഫ്യൂൽ ഇഞ്ചക്ടറിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചക്ടറിന് കംപ്ലൈന്റ് ആവും.
ഒരു 650 രൂപയുടെ ഫിൽറ്റർ മാറുന്നതാണോ ഏറ്റവും നല്ലത്, അതോ ഒരു ഇഞ്ചക്ടർ 1600 കൊടുത്ത് ഇഞ്ചക്ടർ മാറുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫ്യൂൽ ഫിൽറ്റർ മാറുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെ നമ്മൾ ചെറിയൊരു ലാഭം നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വലിയ നഷ്ടങ്ങൾ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ മേജർ സർവീസ് എന്താന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യുന്നത് തന്നെയാണ് ഒരു വാഹനത്തിന്റെ സർവീസ് റിലേറ്റഡ് ആയിട്ട് ഒരു മേജർ സർവീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ടൈമിംഗ് ചെയിൻ റീപ്ലേസ്മെന്റോ ക്ലച്ച് റീപ്ലേസ്മെന്റ് ഇതൊക്കെ ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ഇതൊക്കെ ഒരു വാഹനത്തിന് വന്നു പോകുന്ന, അതായത് പീരിയോഡിക് ആയിട്ട് വരുന്ന ഒരു കംപ്ലൈന്റ് അല്ല. വന്നു കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിന് മൈലേജ് കൂടുന്നതായിരിക്കും, പവർ കൂടുന്നതായിരിക്കും. ഈ പറയുന്ന പോലെ നമുക്ക് വാഹനം ഓടിക്കുമ്പോഴും വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നതായിരിക്കത്തില്ല. വാഹനം വഴി കിടക്കത്തുമില്ല. ഈ പറഞ്ഞ സർവീസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിന്റെ സർവീസ്, അതായത് മേജർ സർവീസ് എപ്പോഴാണെന്നുള്ളത് കൺഫേം ആക്കുക. മേജർ സർവീസിന്റെ സമയത്ത് കറക്റ്റ് ആയിട്ട് തന്നെ സർവീസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് വേറെ കംപ്ലൈന്റ്സോ കാര്യങ്ങളോ ഒന്നും വരുന്നതായിരിക്കും.